ഹായ് എരിവൺ. അപ്പം ഞാൻ വന്നിരിക്കുന്നത് നല്ല വറുത്തരച്ച നാടൻ ചിക്കൻ കറി ആയിട്ടാണ്. നല്ല തേങ്ങ വറുത്തരച്ച നല്ല നാടൻ ചിക്കൻ കറി. നാടൻ ചിക്കൻ കിട്ടിയാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിന് ആദ്യം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല നാടൻ ചിക്കൻ വേണം. പിന്നെ നമുക്ക് എന്ത് വേണം? സബോള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഒരു 2 കിലോ അല്ലെങ്കിൽ 3 കിലോ ഒരു ഉരുളൻകിഴങ്ങ്. അതെന്താണെന്ന് വെച്ചാൽ 2 കിലോ ചിക്കൻ ആണെങ്കിൽ ഞാൻ 3 കിലോ ഉരുളൻകിഴങ്ങ് എടുക്കും. കാരണം എനിക്ക് ആ ചിക്കൻ്റെ ചാറ് 2 ദിവസം ഓടിക്കാമല്ലോ. പിള്ളേർക്കാണെങ്കിൽ ചിക്കൻ്റെ മണം കേട്ടാൽ മതി, നമുക്ക് അവരെ പറ്റിക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഉരുളൻകിഴങ്ങും. പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാടൻ ചിക്കൻ എടുത്ത് അതിലേക്ക് നമ്മുടെ ഈ അനതാരികളെല്ലാം, അതായത് നമ്മുടെ സബോള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഉരുളൻകിഴങ്ങിൻ്റെ അടുത്തേ എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് നന്നായി അങ്ങോട്ട് കുഴച്ചെടുക്കുക. അതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത് വയ്ക്കുക. വേറൊരു പാത്രത്തിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ ഗ്യാസ് കത്തിച്ച് അതിലേക്ക് നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കുക. കരിഞ്ഞു പോകരുത്, ലോ ഫ്ലെയിമിൽ വേണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്ത് അതൊന്ന് നീക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതിലേക്ക് നമ്മുടെ ഈ വറുത്തെടുത്ത പൊടികളെല്ലാം തട്ടിക്കൊടുക്കുക. അതിനുശേഷം ആ പാത്രം ഒന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചോ. എന്തായാലും വെള്ളം ഒഴിക്കേണ്ടതാണല്ലോ. അപ്പോൾ പിന്നെ ആ പാത്രം ഒന്ന് കഴുകി ഒഴിച്ചാൽ നമുക്കൊരു സമാധാനമാവും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടെന്ന് വെച്ചാൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. നമ്മുടെ കാലിലോ നമ്മുടെ ഈ നാടൻ ചിക്കൻ്റെ കാലൊരു രക്ഷയില്ലാത്ത കാലാണ്. ഭയങ്കര വലിപ്പം, നല്ല വലിപ്പം എന്ന് വെച്ചാൽ ഭയങ്കര വലിപ്പം. കുക്കറിൽ അങ്ങോട്ട് ഒതുങ്ങുമെന്ന് എനിക്കൊരു സംശയമായിരുന്നു. എന്നാലും നമ്മളോട് കളി, നമ്മളൊരുവിധം ഒതുക്കി ആ പാത്രമൊക്കെ കഴുകി വെള്ളം ഒഴിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അടുപ്പത്ത് വെച്ച് നമ്മൾ വേവിച്ചെടുക്കുക. നാടൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒരു 2 to 3 വിസിലായാലും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ. വിസിൽ ഓടിപ്പോയാലും ചിക്കനൊന്നും പറ്റത്തൊന്നുമില്ല. കാരണം നാടനല്ലേ, ആൾ ഭയങ്കര സ്ട്രോങ്ങാണ്. അപ്പം നമ്മളത് കഴിഞ്ഞിട്ട് എന്ത് വേണം? അത് വേവുമ്പോഴത്തേനും നമുക്ക് അപ്പുറത്തൊരു ഗ്യാസ് കത്തിച്ച് ചെറുകി വെച്ചിരിക്കുന്ന തേങ്ങ തട്ടിക്കൊടുക്കുക. അതിനുശേഷം അത് നന്നായി ചൂടാക്കിയെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചൂടാക്കിയെടുക്കുക. വറുത്തെടുക്കുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് പെരുംജീരകം ഇടുക, കുറച്ച് വേപ്പില ഇടുക, നന്നായി ചൂടാക്കിയെടുക്കുക. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് അത് നന്നായി അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കറിയിലേക്ക് നമ്മൾ ഈ വറുത്തരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2 to 3 മിനിറ്റ് നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കുക. അങ്ങനെ നമ്മുടെ നാടൻ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയോടൊപ്പം, ചോറിനൊപ്പവും, പൊറോട്ടയ്ക്കൊപ്പം നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന കറിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങളും നന്നായി ട്രൈ ചെയ്ത് നോക്കുക.